ആ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. തെങ്ങും പറമ്പും വയലും റബ്ബർ തോട്ടവും ഒക്കെയുണ്ട്. നല്ല ഒന്നാം തരം വീടുണ്ട്. വയസ്സ് 79ആയി. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? മനുഷ്യൻ കള്ളം പറയുന്നത് എന്തെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടിയാണല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയായിരുന്നു. സമ്മതിച്ചു. പിന്നെന്തിനാ വന്നേ? ഞാൻ പിന്നെയും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചായിരുന്നു. നിങ്ങൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന പെൺകൊച്ചിന്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ? അതെ, അതിനെന്താ? അതിന് 36 വയസ്സുണ്ടെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞാൽ 18 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ജോലിക്ക് നിർത്തിയിരിക്കുന്ന പെണ്ണിന്റെ പ്രായം കൃത്യമായിട്ട് നാട്ടുകാരെ എല്ലാം അറിയിച്ചോളാന്ന് ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ട്. ഇപ്പൊ അവളുടെ പ്രായം 48. എന്താ പ്രശ്നം? ചേടാ, എന്നോടെന്തിനാ വഴക്കിന് വരുന്നേ? ഞാൻ കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ വന്നവനൊന്നും അല്ല. അതിനെ ഒന്ന് കാണണം, അത്രയും മതി. കണ്ടിട്ട് എന്നാത്തിനാ? ഒരാഗ്രഹം. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. മതി, ചോദിച്ചിട്ട് മതി. മാമച്ച, എന്താ ദേ ആ കിളവൻ പിന്നെ വന്നിരിക്കുന്നു. ആര്? രേവതി കുട്ടിയെ തിരക്കി വന്നില്ലേ ഒരാള്? അയാള് തന്നെ. നമ്മള് പറഞ്ഞതല്ലേ അയാൾ ഉദ്ദേശിക്കുന്ന ആളോടെ ഇല്ലാന്ന്. പുള്ളിക്കാരൻ കഴക്കൂട്ടത്ത് പോയി കോൺവെന്റിന്ന് എല്ലാ വിവരങ്ങളും തിരക്കി അറിഞ്ഞോണ്ടാ വന്നിരിക്കുന്നത്. ഇവിടെ ഇല്ലെന്ന് പറയാൻ മേലായിരുന്നു. അയാൾക്കറിയാം ഉണ്ടെന്ന്. രണ്ടും കൽപ്പിച്ച അയാള് രാവിലെ തന്നെ വന്നിരിക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് വന്ന് ഹോട്ടലിൽ കിടന്നേച്ച് ഇന്ന് വരണമെങ്കിൽ അത് തീരുമാനിച്ചോണ്ടല്ലേ മാമച്ചായ? രേവതി കുട്ടി ഇവിടെ ഇല്ലെന്ന് നമ്മള് പറഞ്ഞാലില്ല, അത്രേ ഉള്ളു കാര്യം. ഉണ്ടെന്ന് പറഞ്ഞാലേ അയാൾ ഇവിടുന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് പോകും. ഇയാളൊക്കെ ഇപ്പൊ എവിടെ നിന്ന് വരുന്നതെന്തോ? എവിടെയായിരുന്നു ഇത്രയും കാലം? ആ കൊച്ചു എത്ര വർഷം അനാഥാലയത്തിൽ കിടന്നു, അപ്പോഴൊന്നും ആരെയും കണ്ടില്ലല്ലോ. സമ്മതിക്കരുത് മാമച്ചായ. അവളെ അയാളുടെ കൺമുന്നിൽ പോലും കാണിക്കരുത്. നമ്മൾ സ്വന്തം പോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തർ വന്നോളും. അയാള് രേവതി കുട്ടിയുടെ ആരാന്ന് വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചുമില്ല, അങ്ങേര് പറഞ്ഞുമില്ല. ആരായാലെന്താ? അത് പോട്ടെ. അയാളോട് നിപ്പുണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചെന്ന് പറ. രേവതി കുട്ടിയുടെ കാര്യം പറഞ്ഞോണ്ട് വെറുതെ കയറി ഇറങ്ങണം. ഇത്രയും കാലം വേണ്ടാത്ത രേവതി കുട്ടിയെ ഇപ്പൊ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ഉടായ്പ് കാണും. പൈസ അടിക്കാനാണോ ഇനി? അയാള് നല്ല കാശുള്ള വീട്ടിലാന്നാ പറയുന്നത്. കാറും ഡ്രൈവറും എല്ലാം ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാം അല്ലേ? പിന്നെ അല്ലാതെ മാമച്ചാൻ ചെന്ന് കാര്യം പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ഞാൻ വന്നത് പറയണ്ട, മനസ്സിലായി. രേവതി കുട്ടിയെ കാണണമല്ലേ? അതെ. കാണിക്കാൻ ഞങ്ങക്ക് മനസ്സിലെങ്കിലോ? മനസ്സുണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത് തന്നെ കഷ്ടപ്പെട്ട. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രേവതി കുട്ടിയെ കണ്ടിട്ട് എന്തിനാ? എനിക്ക് 3 മക്കളാ ഉണ്ടായിരുന്നു. അതിലേറ്റവും മൂത്തവൾ ജർമ്മനിയിലായിരുന്നു, നേഴ്സായിരുന്നു. 20 വർഷം മുമ്പ് ഒരു വിമാനാപകടത്തിൽ പെട്ടുപോയി. രണ്ടാമത്തെ ആൾ മിലിറ്ററിയിലായിരുന്നു, കാർഗിൽ യുദ്ധത്തിൽ പൊരുതി മരിച്ചു. മൂന്നാമത്തെ ആൾ ജീവിച്ചിരിപ്പുണ്ട്. അവനൊരു വലിയ മണ്ടത്തരം കാണും. ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു. 10-20 വർഷം മുമ്പത്തെ കഥയാ ഞാൻ പറയുന്നത്. അത് മനസ്സിലായി. ആദ്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞപ്പോ നമുക്ക് പറ്റിയ ബന്ധമല്ല അത് മനസ്സിലായി. ആ പെൺകൊച്ചിന്റെ തള്ള അത്ര ശരിയല്ല. തന്തയെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിൽ തൂപ്പുകാരിയായി ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാ. അവരുടെ മകളുമായിട്ടാണ് പ്രേമം. ഇപ്പോ ജാതി മതവും സാമ്പത്തികവും നോക്കിയിട്ടല്ലല്ലോ പ്രേമം. ഞങ്ങള് വീട്ടുകാരെ അങ്ങനെയാണല്ലോ നാട്ടുനടപ്പ്. എന്തു പറഞ്ഞിട്ടും അവൻ ആ പെണ്ണിനെ മതി. അവസാനം അവൻ വഴക്കിട്ടിറങ്ങിപ്പോയി. ഏതോ ഒരു അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി മാലയിട്ട് കഴിഞ്ഞു കല്യാണം. അങ്ങനത്തെ കല്യാണത്തിന് നിയമസാധ്യതയുണ്ടോ? രജിസ്റ്റർ ചെയ്യല്ലായിരുന്നു വേണ്ടത്. ചുരുക്കി പറയാലോ, ഒരു ദിവസം അവൻ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നു. നമുക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല, നാണം കെട്ട് നാറും. എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ കയറ്റിയില്ല. അത്രയ്ക്കായ സ്ഥിതിക്ക് നമ്മുടെ അന്തസ്സിന് പറ്റുന്ന ബന്ധം. അവൻ അവളെ കൂട്ടി അവളുടെ തള്ളയുടെ വീട്ടിൽ പോയി താമസം തുടങ്ങി. അന്ന് അവനെ സഹായിക്കാൻ കുറെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. എത്ര നാള് സഹായിക്കാൻ പറ്റും? ഒടുക്കം എല്ലാവരും അവനെ കൈ. ഇതൊക്കെ പലയിടത്തും നടക്കുന്ന കേസാ. ആയിരിക്കും. ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റാത്ത സങ്കടം. എന്തായാലും അവനെ തള്ളയായിട്ട് എന്നും വഴക്കായിരുന്നു. 6-7 മാസം അവരവിടെ പിടിച്ചു നിന്നു. അവനാണെങ്കിൽ ജോലി ചെയ്ത് ശീലവുമില്ല. തിന്നും കുടിച്ചും മതിച്ച് ജീവിക്കായിരുന്നു. പക്ഷേ തള്ള കട്ടായം പറഞ്ഞു, ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്നുവെച്ചാ അവന് ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് തീർത്തു പറഞ്ഞു. അവനെ അവിടുന്ന് തള്ള ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇവിടുത്തെ രേവതിയും ഈ കഥയായിട്ട് എന്താ ബന്ധം? തീർന്നില്ലല്ലോ കഥ. ഇതിനിടയ്ക്ക് അവന്റെ പെണ്ണ് പ്രസവിച്ചു. അത് പിന്നെ വലിയ കേസായി. ചെലവിന് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഒടുക്കം പോലീസും പാർട്ടിക്കാരും ഒക്കെ ഇടപെട്ട് കുറെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കി. അത് നന്നായി. ഒഴിഞ്ഞു പോയല്ലോ. 2 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ മകനെ ഞങ്ങൾ വേറെ കല്യാണം കഴിപ്പിച്ചു. അന്തസ്സിന് ചോദിച്ചു തന്നെ കിട്ടിയോ? നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റുമോ? ഇല്ല. കുടുംബം നല്ലതാണോ നോക്കാനല്ലേ പറ്റൂ. സുഖിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു പെണ്ണ്. തീറ്റി, കുടി, ടൂറ്, ഉറക്കം, ഒരു ജോലിയും ചെയ്യത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട, എപ്പോഴും ഹോട്ടലിലെ ആഹാരം മതി. പൈസ ഉണ്ടല്ലോ, അവളും അവനും കൂടെ അർമാദിച്ചു. മക്കളെ വളർത്തുമ്പോ പൈസയുടെ വില അറിഞ്ഞു വള, ഇല്ലെങ്കിലേ അവര് ധൂർത്തടിച്ചു കളയും. ഒരെണ്ണല്ലേ ഉള്ളൂ, 2 തലമുറ തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മകള് നഴ്സായിരുന്നപ്പോ ജർമ്മനി നയിച്ചു തന്നുകൊണ്ടിരുന്ന കാശ എല്ലാത്തിന്റെ അടിസ്ഥാനം. ചേട്ടനോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നോ മകനും മരുമകൾക്കും? എവിടുന്ന്? മതിച്ചു നടക്കല്ലേ. എന്റെ ഭാര്യയായിട്ട് അവൾ എന്നും വഴക്കായിരുന്നു. അവള് പോയിട്ട് ഇപ്പൊ 6 കൊല്ലമായി. രേവതിക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. അതിലോട്ട് വരിക. എന്റെ മകന്
കഴിഞ്ഞ വർഷം മുതൽ വയറുവേദന അൾസറാണെന്ന് പറഞ്ഞ് കുറെ മരുന്ന് കഴിച്ചു. പിന്നെ ആഹാരം കഴിച്ചാൽ പിടിക്കാതെയായി. അപ്പൊ തന്നെ ഛർദി. സ്കാൻ ചെയ്ത് നോക്കി ക്യാൻസറാ. കുടലിൽ ഒന്നും ചെയ്യാനില്ല. ഡോക്ടർമാർ ഉപേക്ഷിച്ചു. ഉള്ള സത്യം പറയാമല്ലോ, മരിക്കാൻ കിട. കീമോ ചെയ്ത് നോക്കിയില്ലേ? ആ സ്റ്റേജൊക്കെ പോയെന്നാ ഡോക്ടർമാർ പറഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് അവൻ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു. എന്താ? ആദ്യം അവൻ സ്നേഹിച്ച പെണ്ണ് പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടായിരുന്നാൽ അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ ഒന്ന് കാണണം. അത് പെൺകുഞ്ഞായിരുന്നു. കേസിനും വഴക്കിനും ഒത്തുതീർപ്പിനും ഒക്കെ വന്നപ്പോ ആ പെണ്ണിന്റെ കയ്യിലൊരു കൈക്കുഞ്ഞിനെ ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് അതിനോട് വെറുപ്പാ തോന്നിയത്. എന്റെ മകന്റെ അവസാനത്തെ ആഗ്രഹം അത്. ഞാൻ അന്വേഷിച്ചിറങ്ങി. അവൻ സ്നേഹിച്ച പെണ്ണ് കുറെ വർഷം മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തായിരുന്നു. തള്ള ഇപ്പോഴും ജീവിച്ചിരിക്കും. രോഗിയ, പ്രായം ഒരുപാടായി, നോക്കാൻ ആരുമില്ല. കൊച്ചിനെ ഒരു അനാഥാലയത്തിന് കൊടുത്തെന്ന് ആ സ്ത്രീ അവർ. ഏത് അനാഥാലയാണെന്നൊന്നും അവർക്കറിഞ്ഞു. ഞാൻ കുറെ ഓർഫണേജുകൾ കയറി കഴക്കൂട്ടത്തെത്തി, സ്നേഹനികേതനം. പക്ഷെ അങ്ങനെ ഒരു ഓർഫണേജ് ഇപ്പൊ ഇല്ല. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ആന്റി, ആന്റി, എന്താടി ഇങ്ങോട്ടൊന്ന് വരുമോ? ആ ഇപ്പൊ വരാം. രേവതിക്കുട്ടിയാണോ? അതെ, ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലട്ടെ. ഇത്ര നേരെ വർത്താനം തുടങ്ങിയിട്ട് ഒന്ന് നിർത്തണ്ടേ? ഭയങ്കര കത്തിയാണോ വന്ന ആള്? ഓരോ ചരിത്രം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്ത് ചരിത്രം? എനിക്ക് കോളേജിൽ പോണ്ടേ? ഇനിയിപ്പോ കുളിക്കണം, ഡ്രസ് ചെയ്യണം, മുടി ഉണങ്ങുമെന്ന് ദൈവത്തിനറിയാം. ചായ എടുത്ത് കുടിച്ച് ഈ റൂമിലോട്ട് പോകണേ. മോളെ അവിടെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂടോടെ എടുത്ത് കഴിക്കണം. അതോ തണുപ്പിച്ചോളയോ? ഞങ്ങള് കഴിച്ചോളാം. നീ കഴിക്കുന്നില്ലേ? എന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചെല്ലട്ടെ. എങ്ങോട്ടാ? അയ്യോ ദേ മാമച്ച. ഇരിക്കി. ഇപ്പോ മുകളിലോട്ട് കയറിപ്പോയ കുട്ടിയാണോ? അതെ. രേവതിക്കുട്ടി. അതേന്ന്. ഞാൻ തിരികെ ചെന്ന് എന്താ പറയേണ്ടത് എന്റെ മകനോട്? നിങ്ങളുടെ ഫോൺ നമ്പർ അഡ്രസ് തന്നിട്ട് വെക്കോ. എന്ത് വേണമെങ്കിലും തരാം. ഞാൻ ചെന്ന് പറഞ്ഞോട്ടെ അവളുണ്ടെന്ന്. അവകാശം പറയാനോ വിട്ടുതരണമെന്ന് പറയാനോ അല്ല. മരിക്കുന്നതിന് മുമ്പ് അവളൊന്ന് കാണാൻ വേണ്ടി മാത്രമാ. ഞാൻ പറഞ്ഞല്ലോ, ഫോൺ നമ്പർ അഡ്രസ് തന്നിട്ട് വെക്കോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം അവളെ. മതി, അത് മതി. ഇത് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ കാർഡാ. കമ്പനി നിർത്തിപ്പോയി. എന്നാലും അഡ്രസ് മാറിയിട്ടില്ല. ശരി, ഞങ്ങൾ വന്നോളാം. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോവുക. അവിടെ ചെന്ന് ഞാൻ പറയും എന്റെ മകനോട് അവളെ കൊണ്ടുവരുമെന്ന്. ആയിക്കോട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് അവൾ സ്വന്തം മോളെ പോലെയാണെന്ന്. വിട്ടുതരേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടായിരിക്കുമല്ലേ അവൾക്ക് 36 വയസ്സുണ്ടെന്നൊക്കെ പറഞ്ഞത്. വിട്ടുതരികയൊന്നും വേണ്ട. കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. പൊയ്ക്കോട്ടെ. അവിടെ ഒരുത്തിയുണ്ടല്ലോ, അലീന. അച്ഛനിപ്പോ അവളെ മാത്രം മതി. ഞങ്ങളാരും അച്ഛന്റെ മക്കളല്ല. ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് ഭംഗി. എന്നായാലും പോയേ പറ്റും. നിങ്ങളുടെ വീട് ഇതല്ല, കടപ്പാട്ടൂരാ. ഇനി അവളെ നോക്കൂടാ. വേനൽക്കാരിയായിരുന്ന കാലം മാറിയല്ലോ, ഓടയക്കാരിയായില്ലേ. ഒരു കാര്യം ഓർത്താ ബാലേന്ദ്രനും അലീനയുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടവർ. നീതി കിട്ടാതെ പോയവരും അവര് തന്നെയാ.